അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ചർച്ചയാണ് സ്ത്രീകളുടെ പ്രസവവും ഗർഭകാലവും. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരാൾ വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി അസബ്തു ഇംറഅതൻ ദാത ഹസബിൻ വജമാൽ. നബിയെ, ഞാൻ ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് വിവാഹം കഴിക്കാൻ. നല്ല തറവാടുള്ള പെണ്ണ്, നല്ല മൊഞ്ചുള്ള പെണ്ണ്. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഫഇന്നഹ ലാ തലിദു, അവൾ പ്രസവിക്കൂല, അങ്ങനത്തെ പെണ്ണാണ്. ആളൊക്കെ റെഡിയാണ്, നല്ല ഗ്ലാമറുണ്ട്, തറവാടുമുണ്ട്. പിന്നെന്താ വെച്ചാൽ പ്രസവിക്കാത്ത പെണ്ണാണ്. അപ്പോൾ അതസവ്വജുഹ, ഞാൻ അവളെ വിവാഹം കഴിക്കട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട. പ്രസവിക്കാത്ത പെണ്ണെന്തിനാണ്? സുമ്മ അതാഹു സാനിയ, പിന്നെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം നബിതങ്ങളുടെ അരികിൽ ഞാൻ ചെന്നു. ഫനഹാഹു, അപ്പോഴും നബിതങ്ങൾ അത് വിരോധിച്ചു. സുമ്മ അതാഹു സാലിസ, മൂന്നാമതും നബിതങ്ങളുടെ അരികിലേക്ക് ഞാൻ ചെന്നു. കാണാൻ നല്ല അഴകുള്ള പെണ്ണാണ്, തറവാടുകാരിയുമാണ്, വിവാഹം കഴിക്കട്ടെ. ഫഖാല, അപ്പൊ നബിതങ്ങൾ എന്നോട് പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ് ഫഇന്നീ മുകാസിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. തസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കുക, അൽ വദൂദ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണം. അതുപോലെ അൽ വലൂദ, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയും വിവാഹം കഴിക്കണം. ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രസവിക്കാൻ കഴിയുക. അതുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന കുടുംബമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ആങ്ങളമാരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല സുഹൃത്തുക്കൾ ആവാൻ പറ്റിയ, സ്നേഹിക്കാൻ പറ്റിയ, ചങ്ങാത്തം കെട്ടാൻ പറ്റിയ, വിശ്വസിക്കാൻ പറ്റിയ ആങ്ങളമാരെ കാണുമ്പോൾ അവരിലൂടെ അവരുടെ പെങ്ങന്മാരെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വിവാഹം കഴിക്കുമ്പോൾ പല നിർദ്ദേശങ്ങളും നബിതങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് തസവ്വജുൽ വദൂദൽ വലൂദ്. പരാതിപ്പെടുന്നത് ഒരാളാണെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും കൂടിയാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവളെയും പ്രസവിക്കാൻ കഴിയുന്നവളെയും നിങ്ങൾ വിവാഹം കഴിക്കണം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഫഇന്നീ മുകാസിറുൻ ബികുമുൽ ഉമം, അന്ത്യനാളിലെ ഏറ്റവും കൂടുതൽ ഉമ്മത്തുള്ള ഒരാളാകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരാൾ പ്രവാചകൻ ഞാനായിരിക്കണം. മിഅ്റാജിന്റെ രാത്രിയിൽ നബിതങ്ങൾ യാത്ര പോയപ്പോൾ ഒരു നബി ഒരാളെയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, അതാരാണ്? അപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ മുൻഗാമിയായ ഒരു പ്രവാചകൻ. അയാൾ കുറേ കാലം തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയത് ഒരേ ഒരു മെമ്പറാണ്, അയാളാണ് ആ പോണത്. വേറെ ഒരു പ്രവാചകൻ രണ്ടാളെയും പിടിച്ചിട്ട് പോകുന്നു. അദ്ദേഹം പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് 2 അനുയായികളെയാണ്. വേറെ ഒരു പ്രവാചകൻ 3 ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് 3 ആളുകളെയാണ്. അപ്പോൾ വേറെ ഒരു പ്രവാചകൻ ഒരു സംഘം ആളുകളെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, റബ്ബേ, ആ ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളല്ല, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, വലതുഭാഗത്തേക്ക് നോക്കൂ. അതാ ചക്രവാളം മുട്ടുന്ന അത്രയും വലിയ ജനസാഗരം. ആ പോകുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളുമാണ്.
നിങ്ങളുടെ സമൂഹമാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വലതുഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധ ആകർഷിപ്പിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു പ്രവാചകൻ ഞാനാകണം എന്ന്. അതുകൊണ്ട് തൻ്റെ ഉമ്മത്തിന് നിർദ്ദേശം നൽകി, തസവ്വജുൽ വലൂദൽ വദൂദ്, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതൽ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ പറ്റിയ സ്ത്രീകളെ വിവാഹം കഴിക്കുക, എന്നാൽ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് പ്രസവം കൂടുതലുണ്ടാവുക എന്നതിൻ്റെ ഒരു അടയാളം. അപ്പോഴല്ലേ അത് സാധ്യമാവുകയുള്ളൂ. കാരണം ലോകത്ത് ഓരോരോ സംഗതികൾ നിർമ്മാണം നടത്താൻ ഇവിടെ ഫാക്ടറികളുണ്ട്, കമ്പനികളുണ്ട്. പക്ഷെ മനുഷ്യനെ നിർമ്മിക്കാൻ മാത്രം ഒരു ഫാക്ടറി, ഒരു കമ്പനിയും ഇല്ല. ആ പ്രോസസ്സ് നടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഉത്തരവാദിത്തം അല്ലാഹു മനുഷ്യരാകുന്ന നമ്മളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നല്ലോണം പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുക. പ്രസവിച്ചിട്ടുണ്ട് എന്നിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക? പ്രസവിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കുമോ? പെണ്ണിപ്പോൾ പ്രസവിക്കുന്ന എങ്ങനെ മനസ്സിലാകുക? അവളിപ്പോൾ പ്രസവിച്ചിട്ടില്ലല്ലോ. ഒരു ഗർഭമുള്ള ഒരു പശുവിനെ ജനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും, അതൊരു ക്രെഡിറ്റാണ്. അല്ലെങ്കിൽ ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം അത് വില കൂടാനുള്ളൊരു സംഗതി. പക്ഷേ ഇത് ഗർഭമുള്ള പെണ്ണാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു അയബാണ്, ഗർഭമുണ്ട് അല്ലെങ്കിൽ പ്രസവിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വില കൂടുതലാകാനുള്ളൊരു കാരണമാണ്. അപ്പോൾ പ്രസവിക്കുന്ന പെണ്ണ് എന്ന് മനസ്സിലാക്കാനുള്ള ഘടകമാണ് ഞാൻ പറഞ്ഞത്. കുടുംബത്തിലേക്ക് നോക്കിയിട്ട് ഉമ്മയെ നോക്കുമ്പോൾ ഒരു 10 പ്രസവം നടത്തിയ ഉമ്മയാണ്. അപ്പോൾ മനസ്സിലാക്കാം ഒരു 8 വെളും പ്രസവിക്കുമായിരിക്കും. അങ്ങനെ കൂടുതൽ പ്രസവമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണം. അതിന് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഉമ്മത്ത് കൂടുതലുള്ള ഒരാളാകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രസവം എന്ന് പറയുന്നത് നേച്ചുറലായി അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല സ്ത്രീകൾക്ക് ഈ പ്രകൃതിയിൽ നൽകിയ ഒരു വരദാനമാണ് പ്രസവം. പുരുഷന്മാരെത്ര വിചാരിച്ചാലും അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന, സ്ത്രീകൾക്ക് സ്വന്തമായി പ്രസവിക്കാൻ കഴിയും ഇല്ല. അതിന് പുരുഷന്മാരുടെ സഹായവും വേണം. സ്ത്രീയും പുരുഷനും, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന് സിദ്ധാന്തമായതിന് ശേഷമാണ് പ്രസവം നടത്തുകയുള്ളൂ. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല, പെണ്ണ് ഗർഭം ചുമക്കുന്നത് 6 മാസക്കാലം. അതുപോലെ മുലയൂട്ടുന്നത് 24 മാസം. അങ്ങനെയാണ് 30 മാസം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതുമായി 30 മാസം വിശുദ്ധമായ ഖുർആൻ ഉണ്ട്. അപ്പൊ ചുരുങ്ങിയത് ഒരു പെണ്ണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ 6 മാസം ഉണ്ടായാൽ മതി. ഒരാൾ വിവാഹം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ടു, അതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവമാണ്. ഒരാൾ വിവാഹം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ടു, എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ കുട്ടി ഉണ്ടായി. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം പറയുന്നു ആ കുട്ടിയുടെ പിതാവ് ആ ഭർത്താവാണ്. ചിലപ്പോൾ പക്ഷേ അവർ തമ്മിൽ ആദ്യം ബന്ധപ്പെട്ടതിലാണോ ഈ കുട്ടി ഉണ്ടായത് എന്ന് വരെ സംശയിക്കാം. പക്ഷേ ശറഅ് അപ്പോഴും നോക്കുന്നത് ഒരു കുട്ടി, വാപ്പയില്ലാതെ ഒരു കുട്ടി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരാൾ വിവാഹം കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് തൻ്റെ ഭാര്യ പ്രസവിക്കുന്നതെങ്കിൽ ആ ഭാര്യയിലുണ്ടായ ആ കുട്ടി അവൻ്റേതാണ്. മഹാന്മാരായ ഫുഖഹാ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫ 8-ാം വാല്യം 214 പറയാൻ എന്താ പറയുന്നത്? വഇന്നമാ യഅലമു അന്നഹു ലൈസ മിൻഹു ഇദാ ലം യത.
ഒരാൾ വിവാഹം ചെയ്തിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല, പക്ഷെ എന്നിട്ടും ഒരു പെണ്ണ് പ്രസവിച്ചു. അപ്പൊ എന്ത് മനസ്സിലായി? അതുകൊണ്ട് കുട്ടിയല്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിലോ ഔ വലദ്തുഹു ലിദൂനി സിത്തത്തി അശ്ഹുരിൻ, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി പ്രസവിച്ചു, പക്ഷെ 6 മാസം പൂർത്തിയായിട്ടില്ല. വിവാഹം ചെയ്തിട്ട് 6 മാസം പൂർത്തിയായിട്ടില്ല, എന്നാലും ആ കുട്ടി അവൻ്റേതല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ 6 മാസം പ്രായമായതിന് ശേഷം ഒരാൾ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് 6 മാസം പെണ്ണിന് കിട്ടിയോ എങ്കിൽ ആ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടി അവൻ്റേതാണ്. അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ ഗർഭവുമായി ബന്ധപ്പെട്ട്, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ദുരൂഹത ഉണ്ടെങ്കിലും ശരി, ഇസ്ലാം അങ്ങനെയാണ്. എൻ്റെ കുട്ടിയല്ല എന്ന് അവൻ പറയാത്തിടത്തോളം കാലം ആ കുട്ടിയുടെ പിതാവ് അവനാണെന്നാണ് ശറഅ് വിലയിരുത്തുന്നത്. മാക്സിമം പോയാൽ ഒരു കുട്ടി ഗർഭത്തിൽ ഒരു പക്ഷേ 4 വർഷക്കാലം വരെയും പോകാം. ഇന്നിതാണ് ഞാൻ വർത്തമാനകാലത്ത് വലിയ ചർച്ചയായി എന്ന് പറയുന്നത്. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ ഒരു പെണ്ണ് വീട്ടിൽ വെച്ച് പ്രസവം നടന്നു, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആളില്ലാതെ വന്നപ്പോൾ ആ പെണ്ണ് ആ പ്രസവത്തിൻ്റെ വേദനയെ തുടർന്ന് മരണപ്പെട്ടു പോയി. കേരളക്കരയിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. സത്യത്തിൽ വീടുകളിൽ പ്രസവം നടന്നിരുന്നു. പഴയകാലത്ത് വീടുകളിൽ മാത്രമായിരുന്നു പ്രസവം, ഹോസ്പിറ്റലിൽ പ്രസവം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ മാത്രമാണ് പ്രസവം, വീടുകളിൽ പ്രസവമില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ ശുശ്രൂഷ നടത്തുന്ന പെൺകുട്ടികളെപ്പോലെ വിവരമുള്ള ഒത്താശിമാർ നമ്മുടെ വീടുകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അതുകൊണ്ട് സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നഴ്സുമാർ നടത്തുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, എന്താ പറയുക, ഒത്താച്ചി എന്നല്ല പറയാം, ഒസാച്ചി, പതിച്ചി, അതറിയാവുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ അത് കൈകാര്യം ചെയ്തു. പക്ഷെ ഇന്ന് അതിനറിയാവുന്ന പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അറിയാവുന്നിടത്തേക്ക് പോകണം, വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം എന്ന ഒരു നിർബന്ധം ഒരു ഭർത്താവിനുണ്ടായാൽ അത് ഒരു പക്ഷേ ആ സ്ത്രീയുടെ മരണത്തിലേക്ക് വരെ അത് കാരണമാകും. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അറിയാവുന്ന ആളുകൾ, ഭർത്താവിനറിയാമെങ്കിൽ കുഴപ്പമില്ല. നമുക്കറിയാം, എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ, തൻ്റെ ഭാര്യയ്ക്ക് 14 മക്കളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസവവും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. എല്ലാം ഭർത്താവ് തന്നെ കൈകാര്യം ചെയ്തു. അറിയാവുന്ന ആളാണ്. അതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഭർത്താവോ വേണ്ടപ്പെട്ടവരോ ശുശ്രൂഷ നടത്താൻ വേണ്ടി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് അതില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാവുന്ന ഒരാൾ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അത് മരണത്തിലേക്ക് വരെ എത്താം. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, ഒരു 10 മാസം ഡോക്ടർ പറഞ്ഞ ദിവസത്തിൽ നിന്ന് 1-2 ദിവസം കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഒന്നും വരാനില്ല. പ്രസവത്തെ തുടർന്ന് പ്രസവിക്കുക എന്നതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 9 മാസവും 20 ദിവസവും ഉള്ളയിടത്ത് 9 മാസവും 10 ദിവസവും ഡേറ്റ് കൊടുക്കും ഡോക്ടർ. എന്നിട്ടോ സത്യത്തിൽ 9 മാസവും 20 ദിവസവും ഉണ്ട് ഈ കുട്ടിക്ക് പ്രസവിക്കാൻ. പക്ഷെ ഡോക്ടർ എന്ത് കൊടുക്കും? 9 മാസവും 10 ദിവസവും. 10ാമത്തെ ദിവസം പ്രസവം നടക്കും. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് 10ാമത് ദിവസമാകുമ്പോൾ പ്രസവിക്കൂല. 11ാമത് ദിവസമായി പ്രസവിച്ചിട്ടില്ല, 12ാമത് ദിവസമായി പ്രസവിച്ചിട്ടില്ല. കാരണം എന്താ? 9 മാസം 20 ദിവസം വരെ ഡേറ്റ് സമയമുണ്ട്. അപ്പോൾ ഈ ഔദാര്യം പോലെ ഈ ഡോക്ടർ പറയും, നമ്മൾ കുറേ കാത്തു നിന്ന് 2 ദിവസം പോയി, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാവട്ടോ. അപ്പോഴേക്കും വീട്ടുകാർ പേടിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഓപ്പറേഷൻ നടത്തുക, സിസേറിയൻ ആക്കുക. സ്ത്രീകൾക്കിപ്പോൾ അതാണ് ഇഷ്ടം. പ്രസവിക്കുമ്പോൾ കുറേ വേദനയും വിഷമമൊക്കെ അറിയണം. മറ്റേതിപ്പോൾ ഒരു സൂചി അങ്ങ് വെച്ചാൽ യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ബോധം കിട്ടും. പിന്നെ പ്രസവം കഴിഞ്ഞ്
ഒരു നല്ല ലെവലിൽ അതിൻ്റെ മരുന്നൊക്കെ വെച്ചങ്ങ് വരുമ്പോൾ പിന്നെ പ്രസവത്തിൻ്റെ വേദനയൊന്നും സ്ത്രീകൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും സമയം ഇനിയും കിടക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരു ഉസ്താദ് പറഞ്ഞു പോയി, ഇത് നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഗർഭം 4 വർഷം വരെ ഒരു ഭർത്താവിൻ്റെ കുഞ്ഞ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കിടക്കാം എന്നാണ് ഫുഖഹാവ് പറയുന്നത് എന്ന വാക്കിനിടയിൽ പറഞ്ഞു പോയപ്പോൾ അതിനെ തുടർന്നുള്ള പുലിവാൽ എന്തൊക്കെയാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നുണ്ട്, എന്താ, ഒരു സ്ത്രീ പ്രസവിച്ചത് അവൻ്റേതല്ലാതെയാവുന്നത് എപ്പോഴാണ്? വിവാഹം കഴിഞ്ഞ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് 6 മാസം കിട്ടിയില്ല, അതിൻ്റെ മുമ്പേ പ്രസവിച്ചു. അപ്പോൾ മനസ്സിലായി ആ കുട്ടി അവൻ്റേതല്ല. കുട്ടിക്ക് പൂർണ്ണമായ വളർച്ചയുണ്ട്. പൂർണ്ണമായ വളർച്ചയുള്ള ഒരു കുട്ടി 6 മാസം പൂർണ്ണമാകുന്നതിന് മുമ്പ്, ഇപ്പം നിക്കാഹ് ചെയ്ത് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് 6 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പെണ്ണ് പ്രസവിച്ചാൽ അപ്പോൾ മനസ്സിലാക്കണം ഈ ഗർഭം യഥാർത്ഥത്തിൽ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് അവൻ്റെ കുട്ടിയല്ല. അല്ലെങ്കിലോ ഔ വലദതുഹു ഫൗക 4 സിനീൻ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഇമാം നവവിയുടെ മിൻഹാജ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, 4 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു. ശാരീരികമായി തീരെ ബന്ധപ്പെട്ടില്ല, എന്നാലും അത് അവൻ്റെ കുട്ടിയല്ല. ബന്ധപ്പെട്ടു, 6 മാസം പൂർത്തിയായില്ല, എന്നിട്ടും ഒരു പൂർണ്ണമായ കുട്ടിയുണ്ടായി, അപ്പോഴും അവൻ്റെ കുട്ടിയല്ല. അല്ലെങ്കിൽ അവൻ ശാരീരികമായി ബന്ധപ്പെട്ടു, എന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കേണ്ടത്, എന്നാലും അവൻ്റെ കുട്ടിയല്ല. അപ്പോൾ 4 വർഷം വരെ ഒരു സ്ത്രീയുടെ ഗർഭം വയറ്റിൽ കിടക്കാം എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 9 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ട് 1 or 2 ദിവസം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ബേജാറാവണ്ട. അത് 10 ദിവസവും 10 മാസമാകാം, 11 മാസമാകാം, 12 മാസമാകാം. ശരാശരി ഇതൊന്നും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നില്ല, അത് വേറെ കാര്യം, റയറായിട്ടുള്ള കാര്യമാണ്. എങ്കിലും പരമാവധി പോയാൽ അത്ര വരെ പോകാം എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ 8-ാം വാല്യം 214 രേഖപ്പെടുത്തും. ഏതായിരുന്നാലും ഉമ്മത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നടത്തിയ ഉപദേശമാണ്. ചൈനക്കാർ 10-25 കൊല്ലം മുമ്പ് 1 or 2 പ്രസവത്തിൽ ഒതുക്കണമെന്ന നിയമമെടുത്തിരുന്നു. ഇന്ന് ജനസംഖ്യ കുറഞ്ഞതിൻ്റെ പേരിൽ അതേ രാജാവ്, ഭരണം നടത്തിയ ചൈനക്കാരനായ അതേ പ്രധാനമന്ത്രി ഇന്ന് സമൂഹത്തോട് പറയാണ്, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ആളുകൾക്ക് 3 പ്രസവം നടത്തിയാൽ ഇത്ര സമ്മാനം, 4 പ്രസവം നടത്തിയാൽ ഇത്ര സമ്മാനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് നിങ്ങൾ ഒരു ജോലിക്കും പോകണ്ട, വീടുകളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് പ്രസവം നടത്തുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു. അത് മനുഷ്യർ മാത്രം പ്രത്യുൽപാദനം നടത്തി ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒക്കെ പൊരുത്തമുണ്ടാവും. നമ്മൾ ജീവിച്ചതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അവർ ആണായാലും പെണ്ണായാലും നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ നന്മയുടെയും ഉത്തരവാദി ആ ഉമ്മയും ബാപ്പയുമായതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അവൻ്റെ യഥാർത്ഥ ദീനിൻ്റെ വാഹകരായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അവകാശികളായി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വംശപരമ്പര ഖിയാമത്ത് നാൾ വരെ നീ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ.
ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.